ഹായ് ഹലോ വെൽക്കം ടു സി ബാങ്ക്. സി ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം, നമ്മളെ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു പോസ്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതാണ് നമ്മളെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അല്ലേ, STO. അപ്പോൾ STOയുടെ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് ഈ വർഷം അവസാനത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കൂ എന്ന് വിചാരിച്ചാരും നിൽക്കണ്ട. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് ഇത്ര സമയത്തിനുള്ളിൽ എക്സാം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് PSC എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മതി എൻ്റെ പഠനം എന്ന രീതിയിൽ നിന്നാൽ നമ്മൾ ചിലപ്പം നമുക്ക് ആ ഒരു സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്കറിയാം, നമ്മളെ മുന്നിൽ കഴിഞ്ഞ STOൻ്റെ എക്സാമിന് നടന്ന സിലബസ് നമ്മളെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ആ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവസാനത്തെ ഭാഗങ്ങളിലേക്കുള്ള മാറ്റങ്ങളായിരിക്കും. എന്തായാലും ലോ, അതുപോലെ GSTയുടെ ആക്ട്, ലോ, അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മളെ കൊമേഴ്സിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് മുതലേ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ STOയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ബാച്ച് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത് STO എക്സാമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിശകലനം ചെയ്യാം. ഓക്കെ, അതിലേക്കാണ് ഇന്ന് പോകുന്നത്. നമുക്കറിയാം, നമ്മളെ CCയുടെ ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മളെ ഐഫോണിൻ്റെ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഒരുപാട് അധ്യാപക ഇതര കോഴ്സുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ ഡെയിലി PYQs പോലെ, അതേപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളെ ആപ്പിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം ഇതാണ്. നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചാർജഡ് ടു P&L അക്കൗണ്ട്. അടുത്തത്, അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് ഈസ് ദി ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. പിന്നീട്, പ്രൊവിഷൻസ് ആർ ക്രിയേറ്റഡ് ത്രൂ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വിശകലനം ചെയ്യാം. അതേപോലെ ഉത്തരം ഏതാണെന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ആദ്യം ഉത്തരം ഏതാണെന്ന് നോക്കാം അല്ലേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രോപ്പറായിട്ട് നമുക്കൊന്ന് സഞ്ചരിക്കാം. അപ്പോൾ ഉത്തരം വരുന്ന ഏതാണ്? C ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉമാണ് അവിടെ എന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന കൃത്യമായിട്ട് ചോദ്യം വായിക്കണം. എന്താ ഇവിടെ കറക്റ്റ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഏതാണ്? ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതാ വന്നിരിക്കുന്നത്? അവിടെ 3ഉം 4ഉമാണ് അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതായത് 3ഉം 4ഉം. ഇതെങ്ങനെ ഇൻകറക്റ്റ് ആയി വന്നു നോക്കണ്ടേ? നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം അല്ലേ. ഒന്നാമത്തെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരുന്നു? ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചാർജഡ് ടു P&L അക്കൗണ്ട് അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണ്. അത് എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? P&L അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വളരെ ശരിയാണ്. നോക്കൂ, ഡിപ്രീസിയേഷൻ റെഡ്യൂസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ബട്ട് ഡസ് നോട്ട് ഇൻവോൾവ് എനി ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ സൂചിപ്പിക്കണം നമുക്ക്? അതായത് തേയ്മാനം എന്നാണ് കൃത്യമായിട്ട് ഇതിൻ്റെ മലയാളം അല്ലേ. അതായത് നമുക്കുണ്ടാവുന്ന അസറ്റിൻ്റെ മുകളിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂവിൻ്റെ ഇടിവിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിപ്രീസിയേഷൻ എന്ന് പറയാം അല്ലേ. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലേ. എന്ത് കുറയ്ക്കുന്നുണ്ട്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ചാർജഡ് ടു ദി P&L അക്കൗണ്ട് അല്ലേ. ഡിപ്രീസിയേഷൻ എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോവാം. നോക്കിയേ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഒരു ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതും എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് ശരി വന്നു നോക്കിയേ. ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇക്വിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ് നമ്മൾ എന്ത് പറയാം? അസറ്റ് എന്ന് പറയാം. ഇവിടെ ഇക്വിറ്റീസ് ഇൻക്ലൂഡ് ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ഇവിടെ ഇക്വിറ്റി കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? രണ്ടുമാണ്. ഒന്ന് ഓണേഴ്സിൻ്റെ ഇക്വിറ്റിയും പിന്നീട് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയും. അതും രണ്ടും കൂടിയാണ് നമ്മൾ എന്ത് സൂചിപ്പിച്ചിരിക്കുന്നത്?
ഇക്വിറ്റി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഈ സ്റ്റേറ്റ്മെന്റും അവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഓക്കെ, ഇനി തെറ്റായ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതാണ് 3ഉം 4ഉം. അത് എന്തുകൊണ്ട് തെറ്റ് വന്നു, അതിന്റെ ശരിയായിട്ടുള്ളത് എന്താണ് നമുക്ക് നോക്കാം അല്ലേ. നോക്കിയേ, പ്രൊവിഷൻ ആർ ക്രിയേറ്റഡ് ത്രൂ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ്, ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് പ്രൊവിഷൻ? നോക്കിയേ, പ്രൊവിഷൻ ആർ ക്രിയേറ്റഡ് ബൈ ചാർജിങ് ദം എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് അല്ലേ. പ്രൊവിഷൻസ് എന്താണ്, എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്, ചാർജിങ് ദം എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് എന്ത്, പ്രൊവിഷൻ എന്ന് വെച്ചാൽ ബിഫോർ അറൈവിങ് അറ്റ് നെറ്റ് പ്രോഫിറ്റ്. എപ്പോഴാണ്, നെറ്റ് പ്രോഫിറ്റിന് മുന്നേ. പിന്നെ ദേ ആർ നോട്ട് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതെന്തല്ല, ഇത് ഒരിക്കലും പ്രോഫിറ്റ് അപ്രോപ്രിയേഷന്റെ ഭാഗമായിട്ടുള്ളതല്ല അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്രോപ്രിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കാം വരേണ്ടത്? ഒന്നാമത്തത് ട്രാൻസ്ഫർ ടു റിസർവ്, ഡിവിഡൻഡ്, ജനറൽ റിസർവ്. ഇതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുക, നമ്മളെ അപ്രോപ്രിയേഷൻ ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത എന്തുകൊണ്ട് തെറ്റുവെന്ന് നോക്കാം. നാലാമത്തത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്തായിട്ട് കണക്കാക്കുന്നു, ഇൻകം ആയിട്ട് കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്വാഭാവികമായിട്ട് എന്താണ്, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട് തെറ്റായി? ഓക്കെ, ക്യാപിറ്റൽ പ്രോഫിറ്റ് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയായിരിക്കാം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഷെയർ പ്രീമിയം. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന രീതി പറയാം അല്ലെ. ആർ ജനറലി നോട്ട് ട്രീറ്റഡ് ആസ് ഓപ്പറേറ്റിംഗ് ഇൻകം ഇൻ ദി P&L. They are usually transferred to capital reserve unless accounting standards specially require otherwise അല്ലെ. അവിടെ എന്തായിട്ടാണ് ഉപയോഗിക്കുക, ഇവിടെ സാധാരണ അത് ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് അവിടെ എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. മറിച്ച് ദേ ആർ യൂഷ്വലി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിസർവിലോട്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചോദ്യങ്ങളും കറക്റ്റായിട്ട് വായിച്ചു നോക്കി അതിലെന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതായത് ആ സ്റ്റേറ്റ്മെന്റ്, കൂടുതലായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോൾ ഇവിടെ ഏതാണ് ഇൻകറക്റ്റ്, ഏതാണ് കറക്റ്റ്, വീണ്ടും ഏതാണ് സെക്ഷൻ പ്രകാരം കറക്റ്റ്, അല്ലെ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഏതാണ് ശരി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമുക്ക് എക്സാമിന് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കുമ്പോഴും അവിടെ ശരിയുത്തരം ഏതൊക്കെ തെറ്റുത്തരം, എന്തുകൊണ്ട് അവിടെ തെറ്റായിട്ട് വന്നു എന്നിങ്ങനെ കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയമാണ് ഇപ്പം നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക അല്ലേ. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. എന്താ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് LLP? ഇന്ത്യയിൽ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ LLP ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരത്തെ എന്തായിരുന്നു നോക്കിയത്, ഇൻകറക്റ്റ് ആണ് നോക്കിയതെങ്കിൽ ഇവിടെ ഏതാണ്, ശരിയായിട്ടുള്ളതാണ് പറയുന്നത്. നോക്കിയേ, 4 സ്റ്റേറ്റ്മെന്റ്. LLP ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി പാർട്ണർഷിപ്പ് ആക്ട് 1932 ഒന്നാമത്തത്. പിന്നീട് ലാബിലിറ്റി ഓഫ് ദി ഓൾ ദി പാർട്ട്നേഴ്സ് ഇൻ ആൻ LLP ആർ ലിമിറ്റഡ് ടു their stake in the firm as that the shareholders of a company. പിന്നീട് registration of LLP are optional. There is only joint liability for partners in an LLP. ഏതായിരിക്കാം? നമുക്ക് ഈ ഓപ്ഷൻസിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം അല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, LLP ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി പാർട്ണർഷിപ്പ് ആക്ട് 1932. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. എന്താ, ഇവിടെ 1932 വന്നിരിക്കുന്ന ഏതാണ്, പാർട്ണർഷിപ്പ് ആക്ട് ആണ് അല്ലേ. 1932 വന്നിരിക്കുന്ന പാർട്ണർഷിപ്പ് ആക്ട്. നമ്മൾ പാർട്ണർഷിപ്പിന് ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മൾ പറയും അല്ലേ, അക്കോർഡിംഗ് ടു പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ആക്ടുകളും നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ 1932 വന്നിരിക്കുന്ന ഏതാണ്, പാർട്ണർഷിപ്പ് ആക്ട് ആണ്. എന്നാൽ LLP ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ഗവൺമെന്റ് വന്നിരിക്കുന്ന എപ്പോഴാണ്, 2008. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്, ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒന്നല്ല അവിടെ ഉത്തരം വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം. ലാബിലിറ്റി ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ് ഇൻ an LLP ഈസ് ലിമിറ്റഡ് ടു their stake in the firm as that of
ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ശരിയാണ്. അതായത് അവിടെ ആ പേരിലുണ്ട് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് LLP. അപ്പോൾ അതിലുണ്ടാവുന്ന പാർട്ട്നേഴ്സിനൊക്കെ ഉണ്ടാവുന്ന ലാബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. എത്രത്തോളമാണോ അയാൾ എന്ത് ചെയ്തത്, നമ്മളെ ഷെയറോ മറ്റു കാര്യങ്ങളോ സ്വീകരിച്ചത്, അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നുണ്ടോ ലാബിലിറ്റി അവിടെ വഹിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? അവിടെ ശരിയാണ്. ഇത് LLPയുടെ വൺ ഓഫ് ദി മെയിൻ ഫീച്ചർ കൂടിയാണ് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. മൂന്നാമത്, രജിസ്ട്രേഷൻ ഓഫ് LLPs ഓപ്ഷണൽ. അതും തെറ്റാണ്. കാരണം എന്താ? അവിടെ LLPയുടെ രജിസ്ട്രേഷൻ വൺ ഓഫ് ദി മാൻഡേറ്റ് ആണ് അല്ലെ. നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്ത്? LLPയുടെ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി ഫോർ LLP. പിന്നീട് ആൻഡ് LLP കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ആഫ്റ്റർ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് അല്ലെ. ഒരു LLP അവിടെ വരുന്നുണ്ടെങ്കിൽ 2008 LLP ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവ എന്ത് ചെയ്യും? നിലവിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? ഫാൾസ് ആണ് അല്ലെ. ശരി, അടുത്തത്, ദർ ഈസ് ഓൺലി ജോയിന്റ് ലാബിലിറ്റി ഫോർ പാർട്ട്നേഴ്സ് ഇൻ ആൻ LLP, നോ ജോയിന്റ് ആൻഡ് സെവറൽ ലാബിലിറ്റി. അവിടെ എന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ? ഇൻ എ ട്രഡീഷണൽ പാർട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് ജനറലി ഹാവ് ജോയിന്റ് ആൻഡ് സെവറൽ ലാബിലിറ്റി, മീനിങ് ഈച്ച് പാർട്ട്നേഴ്സ് ക്യാൻ ബി ഹെൽഡ് പേഴ്സണലി ലാബിൾ ഫോർ ഫേംസ് ഒബ്ലിഗേഷൻ അല്ലേ. അതായത് ഓരോ പാർട്ട്നേഴ്സിനോട് എന്താ നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് പ്രകാരം അവർക്ക് എന്താണ്? ഒരു ലാബിൾ ആയിട്ടുള്ളതാണ് അല്ലെ. ഓരോരുത്തരും അവിടെ നമ്മളെ കമ്പനിക്ക് വേണ്ടി അല്ലെ ലാബിലിറ്റി വഹിക്കേണ്ട ആൾക്കാരാണ്. ദെൻ LLP itself liable for its obligation and partners are not jointly and severally liable for this misconduct or negligence of other partners. അതായത് ഓരോരുത്തർക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രം അവിടെ ലാബിലിറ്റി അവിടെ എന്ത് ചെയ്യുന്നു? വഹിക്കേണ്ട ആവശ്യമുണ്ട്. Thus, the statement is accepted as true in the context of distinguish LLPs from traditional and partnership അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കി. 2 ശരിയും 2 തെറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ D ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഏതാണ്? D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മളെ പാർട്ണർഷിപ്പിനെയും LLPനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നോക്കിയേ, എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ഫേം അവിടെ വന്നിരിക്കുന്നത്? 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണെങ്കിൽ LLP വന്നിരിക്കുന്നത് LLP ആക്ട് 2008 പ്രകാരമാണ്. ദെൻ രജിസ്ട്രേഷൻ, പാർട്ണർഷിപ്പ് ഫേമിന്റെ രജിസ്ട്രേഷൻ അവിടെ ഓപ്ഷണൽ ആണെങ്കിൽ LLPയുടെ രജിസ്ട്രേഷൻ അവിടെ എന്താണ്? മാൻഡേറ്ററി ആണ്. ദെൻ ലാബിലിറ്റി അവിടെ എന്താണ്? ജോയിന്റ് ആൻഡ് സെവറൽ ആണെങ്കിൽ ഇവിടെ എന്താ? ലിമിറ്റഡ് ആണ്. പിന്നീട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അവിടെ പാർട്ണർഷിപ്പ് ഫേമിന് ഇല്ലെങ്കിൽ ഇവിടെ LLPക്ക് ഉണ്ട്. പിന്നെ പെർപെക്ച്വൽ സസഷൻ അവിടെ പാർട്ണർഷിപ്പ് ഫേമിന് ഇല്ല. ആർക്കുണ്ട്? LLPക്ക് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം? അതിനുള്ള സമയം നമ്മളെ മുന്നിലുണ്ട്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതിൽ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഓരോ ചോദ്യങ്ങളും വിശകലനം ചെയ്ത് പഠിക്കാം. നമ്മളെ CCയിൽ നമ്മൾ STOയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എക്സാമുകളും അതേപോലെ ലൈവ് സപ്പോർട്ടൊക്കെ കൂടിയാണ് നമ്മുടെ പുതിയ ബാച്ച്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിലെ കോൺടാക്ട് ചെയ്താണ്ട് നമുക്കറിയാം ഇവിടെ 83,000 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പുതിയ സർക്കാരൊക്കെ വന്നു, പുതിയ ശമ്പള പരിഷ്കരണവും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണ്ട് 1,00,000-ന്റെ മുകളിലേക്ക് സാലറി പോകുന്നൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്നാൽ കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പുതിയ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ ഒരു ഗൂഗിൾ ഫോമിൽ അല്ലെങ്കിൽ നമ്മളെ ബോർഡ് നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആ ഫ്രീ ഗ്രൂപ്പിൽ PYQs ആയിട്ടും MCQ ആയിട്ടും അതേപോലെ പുതിയ അനൗൺസ്മെൻറ്റുകളായിട്ടും നമ്മളെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കാം. അടുത്ത ദിവസം നമുക്ക് കൂടുതൽ PYQസുമായിട്ടും കൃത്യമായിട്ട് PYQs വിശകലനം ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം. ഇപ്പോൾ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.